ഒരു തോട്ട് ഉണ്ട്, നിങ്ങളുടെ പാഷനാണ്, പാഷൻ എടുക്കണോ വേണ്ടേന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ ആണ് അത് ഫ്രണ്ടിലിരിക്കുന്ന ഫിസ്റ്റ്. ഫിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ മെയിനായിട്ട് ഉദ്ദേശിച്ച പവർ എന്നുള്ളത് അത്ര ഇതിലൊന്നും എടുത്തിട്ടില്ല. അജ്മിയുടെ വൈറൽ വീഡിയോ പറയാം, ഒരു 19 മില്യൺ, എത്ര മില്യൺ ആയിരുന്നു? 16 മില്യൺ. എത്ര നാളെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത്? 2 വർഷമായിട്ടുണ്ട്. എഡിറ്റിംഗ് തുടങ്ങി 2 വർഷമായിട്ടുള്ള ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആട്ടോ. അതെ അതെ, ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണത്. 250 രൂപ. 250 അതാണ് ഫസ്റ്റ് വർക്ക് അല്ലേ? 250 രൂപ. എഡിറ്റേഴ്സിന് മാസം 1 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഓ, സിമ്പിൾ ആയിട്ട് പറ്റും. കാണുന്ന ആൾക്കാർക്ക് തോന്നരുത് ആഡ് ആണ്, എന്നാ ഓൾക്ക് മനസ്സിലാവണം അത് ആഡ് ആണ്. എന്റെ ഏറ്റവും നല്ല കംഫർട്ട് സോൺ ആണ് ഫ്രണ്ട്സിനുള്ളത്. ഈ ഒരു സ്റ്റേജിൽ എത്താൻ കാരണം ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മളൊപ്പം നിൽക്കുന്ന ഫ്രണ്ട്സ് അധികം ഉണ്ടാവില്ല. പൈസ തരാതെ മുങ്ങിയ ക്ലയൻസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ ഏതൊരാളാണെങ്കിൽ പോലും ക്ലൈന്റ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കാണും. ഹലോ എവരിവൺ, നമ്മുടെ റേവിന്റെ ഫ്രീലാൻസർ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇപ്പൊ നമ്മുടെ ഈ സീരീസിൽ നമ്മളുടെ ടോപ്പ് 10% ഫ്രീലാൻസേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും, അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അധികം നമുക്ക് ഫേസ് തരാത്ത ഒരാളാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, കുറെ എഡിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആളുടെ പേഴ്സണൽ ലൈഫ്, ആളുടെ കരിയർ എങ്ങനെയാണ് ചൂസ് ചെയ്തത്, ഫ്രീലാൻസിങ്ങിൽ എങ്ങനെയാണ് വന്നത്, ആൻഡ് മൊത്തത്തിലുള്ള ഒരു ജേർണി നമുക്ക് ഇന്ന് ചോദിച്ചതിനറിയാം. സോ അൻസിൽ റഹ്മാൻ, വെൽക്കം ടു റീവ്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസ്റ്റ് എന്ന പേരിലാണ് ഇൻസ്റ്റയിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. കുറെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ ഫിസ്റ്റ് എന്നാണ്. അൻസിൽ റഹ്മാൻ എന്നുള്ള പേര് അധികം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഫിസ്റ്റ് എന്നുള്ള പേരിലേക്ക് എങ്ങനെയാ വന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പേര് എന്നുള്ളതിൽ ഇട്ടൊന്നല്ല, വെറുതെ ഇട്ടാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങണത് തന്നെ ഒരു 2022-3 ആ റേഞ്ചിലൊന്നും, 22 തോന്നണേ. അങ്ങനെ ഇട്ട ടൈമില് ജസ്റ്റ് വെറുതെ ഒരു പേരുള്ള ലെവൽക്ക് ഫിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ? മുഷ്ടി അങ്ങനെ എന്താണ് അതിന്റെ മീനിങ് വരുന്നത്. അതില് ഞാൻ കുറെ സീരീസ് കാണും, മൂവീസ് സീരീസ് ഒക്കെ എല്ലാതും കാണും. അതില് ഞാൻ നല്ല ഇഷ്ടം മാർവൽ സ്റ്റുഡിയോസിന്റെ ഒരു സീരീസ് ഉണ്ട്, അയൺ ഫീസ്റ്റ് പറഞ്ഞിട്ട്. അയൺ ഫീസ്റ്റ് അതിത്തെ ഫിസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് എടുത്ത് അങ്ങനെ മെയിനായിട്ട് ഉദ്ദേശിച്ച പവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഒരു പവർ എന്നുള്ളത് അത്ര ഇതിലൊന്നും എടുത്തിട്ടില്ല. നോട്ടീസ് നല്ലൊരു, അതായത് ഒരു ജസ്റ്റ് എല്ലാരും നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഒരു പേരിട്ട്. ഓക്കെ. അപ്പൊ ഇതിലേക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 2022-ലാണ് സ്റ്റാർട്ട് ചെയ്തല്ലേ? 2 തോന്നുന്നു, 2 അതോ 3 4-5 വർഷമായി. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ തുടങ്ങിയിട്ടുള്ളൂ, അല്ലാതെ എഡിറ്റിംഗ് ഒന്നുമില്ല. അപ്പൊ ഇതിലേക്ക് എങ്ങനെ വന്നത്? അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഫിസ്റ്റ് എന്നൊക്കെ, അന്ന് ഫിസ്റ്റ് ഹാൻഡിലാണോ? അല്ല, അന്ന് അൻസിൽ റഹ്മാൻ അങ്ങനെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഓക്കെ ഇങ്ങനത്തെ കണ്ടന്റ് ഇട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ ആണ് എനിക്ക് ഇങ്ങനെ എഡിറ്റിംഗ് ഒരു കരിയർ ആക്കണം, അല്ലെങ്കിൽ അന്ന് വേറെ എന്തെങ്കിലും പ്ലാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണോ? അങ്ങനെ അക്കൗണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്, അങ്ങനെ ഓരോന്നിനും വേണ്ടിട്ട് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. റാൻഡം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതുപോലത്തെ ഒരു അക്കൗണ്ടുള്ള ലെവൽക്ക് മാത്രമാണ് തുടങ്ങിയത്. വീഡിയോസ് ഇടുന്നതൊക്കെ വന്നത് ഇങ്ങനത്തെ ആഡ് തുടങ്ങിയത് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അതിന്റെ മുമ്പ് വെഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ആഡിന്റെ ഇതിലൊരു ജസ്റ്റ് ചേഞ്ച് വരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനീഷ്യലി നമ്മൾ കാണുന്ന ആഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആക്ടേഴ്സിനെ കൊണ്ടുവരുന്ന ഓരോന്നിലും സംസാരിക്കണ്, കാണുന്ന ആൾക്കാർക്കും അറിയാതെ ആഡാണെന്ന്, അതേപോലെ കൊടുക്കണവർക്കും അറിയാം ആഡാണെന്ന്. സ്കിപ്പും ചെയ്യാൻ തോന്നും അതായിരുന്നു. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന ആഡ്, പണ്ടത്തെ ആഡ് അങ്ങനല്ല, കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് പോലെ വന്നിട്ട് ഡയറക്റ്റ് പറയാ, അത് മാത്രമാണ് കണ്ടന്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊരു എന്തുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് എങ്ങനെ പോലെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ സ്കിപ്പർ ഓപ്ഷൻ ഇല്ലാതെ ആഡ് റൺ ചെയ്യിപ്പിച്ചൂടാ എന്നുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഞാൻ ആഡ് ഇങ്ങനെ കണ്ടന്റ് വെച്ചിട്ട് കാണുന്ന ആൾക്കാർക്ക് തോന്നരുത് ആഡ് ആണ്, എന്നാ ഓൾക്ക് മനസ്സിലാവണം അത് ആഡ് ആയിരുന്നു എന്ന് ലാസ്റ്റ് മനസ്സിലാവണം. പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. സെൽഫ് ലേൺ ആണ് ചെയ്തത്. കാരണം ഞാൻ എഡിറ്റ് ഒക്കെ നമ്മൾ ഇൻസ്റ്റ അത്രയും വീഡിയോസ് കാണും, നമ്മൾ സ്ക്രോളൊക്കെ ചെയ്യുമ്പോൾ അമ്മാതിരി കുറെ വീഡിയോസ് കാണുമ്പോഴും അപ്പൊ നിന്റെ ഫിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ട് കാണുമ്പോൾ തന്നെ ഒരു വട്ടം ആ ഒരു സാധനം കണ്ട സിഗ്നേച്ചർ ആയിട്ട് അവിടെ കിടക്കും. ആ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ സിഗ്നേച്ചറാ. ഒരു വട്ടം നിന്റെ 2 വീഡിയോ വെറുതെ റാൻഡമില് കണ്ടാലും മനസ്സിലാവും നീ എഡിറ്റ് ചെയ്തേക്കണേന്ന്, നിന്റെ സിഗ്നേച്ചർ അതിലുണ്ട്. അപ്പൊ ആ എഡിറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാക്കിയത് എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞ എഡിറ്റിംഗ് ഒരു കരിയർ ആക്കണം, എഡിറ്റിംഗ് മാത്രമല്ല ഇപ്പൊ വേറെ എല്ലാം ചെയ്യുന്നുണ്ട്, അതൊക്കെ അങ്ങോട്ട് വരാം. എന്നാലും അതൊക്കെ കരിയർ ആക്കണം എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഓക്കെ ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ തോന്നിയൊരു ടൈം എപ്പോഴാ? അങ്ങനെ
പോയിന്റ് എന്നുള്ള നിലക്കല്ലായിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ആരും ചെയ്യാത്തത് എന്തെങ്കിലും, അതേപോലെ എല്ലാരും ചെയ്യണതല്ലാത്ത വേറെ എല്ലാരും ചെയ്യണ നമ്മള് ചെയ്തിരുന്ന കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വേറെ വെറൈറ്റി എന്തെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ലെവലിക്കാണ് ഞാൻ അങ്ങനെ ഒരു ഫാസ്റ്റ് കട്ട് അതേപോലെ കണ്ടന്റ് അങ്ങനെ തുടങ്ങിയത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്സിലാണ് കാര്യങ്ങൾ, സമയമാണ് എല്ലാവർക്കും വലുത്. കാര്യങ്ങൾ പോകുന്നുണ്ട്. ചെറിയൊരു 30-35 സെക്കൻഡ്സിൽ ഒരു വലിയ സ്റ്റോറി പറഞ്ഞു. അൻസിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന ഓരോ 2 സെക്കൻഡ് 3 സെക്കൻഡില് ഫ്രെയിംസ് മാറി മാറി പല ട്രാൻസിഷൻസ് വരുന്നുണ്ട്, പല എഫക്ട്സ് വരുന്നുണ്ട്. അപ്പോ കാണുമ്പോ നമുക്ക് സാധനം പെട്ടെന്ന് പോകും, പക്ഷെ ഇത് ചെയ്യാൻ എത്ര ടൈം എടുക്കാറുണ്ട് നോർമൽ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് അജ്മിയുടെ വൈറൽ വീഡിയോ പറയാം, ഒരു 19 മില്യൺ, എത്ര മില്യൺ ആയിരുന്നു? 16 മില്യൺ, 15-16 ആ ഒരു റേഞ്ച് ഉണ്ട്. അപ്പൊ അത്രയും ഒരു വ്യൂസിലേക്ക് എത്തിക്കാൻ എത്ര ദിവസത്തെ കഷ്ടപ്പാടുണ്ട്? അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കിട്ടാം. ബാക്കിയുള്ള വീഡിയോനെ അപേക്ഷിച്ചിട്ട് അതിന് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം ഇതേപോലെ സ്ഥലം നോക്കാൻ പോയി. അത് തല്ലുമല ഷൂട്ട് ചെയ്തിന ഒരു ലൊക്കേഷൻ ആയിരുന്നു. അത് എന്നിട്ട് അവിടെ പോയി എടുത്ത് അന്ന് മറ്റേ വിഷ്ണു ഒക്കെ ആയിരുന്നു, പല പ്രൊഡക്ഷൻ ടീം ആയിരുന്നു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി അത് നോക്കി സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അന്ന് ആക്ടറായിട്ട് കൊടുക്കുന്നത് വിഷ്ണു വേറൊരു ആളായിരുന്നു. അപ്പൊ എൻ്റെ ഏട്ടനായിരുന്നു. അപ്പൊ ഇക്കത് ഞങ്ങള് എടുത്തിട്ട് ടേക്ക് എടുത്തിട്ടും ഇക്കാണല്ലോ ജസ്റ്റ് ഫസ്റ്റ് ഇന്റെ എല്ലാ ടേക്കും ഫുൾ ഓക്കെ ആവണം. ഫുൾ ഓക്കെ ആയാലും അടുത്ത ടേക്കാൻ പോവുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യില്ല. പെർഫെക്ഷൻ കിട്ടണം. അഡ്ജസ്റ്റ് ചെയ്താ ഇക്ക് ഇന്ന് എന്തോ ഒരു കുറ്റബോധം, സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് അന്ന് ഒരൊറ്റ ടേക്കുമ്പോ തന്നെ ഒരു ദിവസം അങ്ങനെ പോയി. അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അടുത്ത് നോക്കാറുണ്ട്. അതായത് ഒറ്റ ടേക്കിൽ ദിവസം കൂടുതൽ എടുത്തോ? ഒരു ദിവസം അങ്ങനെ ഒറ്റ ടേക്ക് ഒരു 56 ടേക്കിന് പോയിട്ടുണ്ട്. അത് ഏതായാലും ഏത് സീനായിരിക്കും? അത് ജസ്റ്റ് ഒരു കോയിനെ ചേസ് ചെയ്തിട്ട് ചാടി വരുന്ന സീൻ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അത് കിട്ടണില്ല, എങ്ങനെ പോയിട്ടും കിട്ടണില്ല. ഞാൻ പിന്നെയും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്കിപ്പോ കുറെ ടേക്ക് എടുത്ത് വെച്ച പ്രശ്നമൊന്നുമില്ല, ഉള്ളത് അടുത്ത് കിട്ടണം എന്നുള്ളത് തന്നെ. അങ്ങനെ എന്നിട്ട് ഓൻ പിന്നെ പറഞ്ഞ്, അപ്പൊ ഞാൻ പറഞ്ഞ് ടൈം പറയാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ആക്ടറിനെ സെറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വന്നിട്ട് ഓനെ ഫുള്ള് ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് എന്താ ആ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടും രാവിലെ ഞങ്ങൾ തുടങ്ങി, മഴ പെയ്ത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ പെയ്ത്, അന്ന് ഷൂട്ട് ചെയ്തില്ല. പിറ്റേ ദിവസം ഞങ്ങള് രാവിലെ ഇതേപോലെ 6 മണിക്ക് ഇറങ്ങി തുടങ്ങിയിട്ടൊരു രാത്രി ഒരു 10 മണി ആ ടൈം ആകുമ്പോഴത്തേന് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് തീർത്ത്. മോർണിംഗ് തുടങ്ങിയിട്ട് ഒരു രാത്രി ആകുമ്പോഴത്തേന് എന്റെ എല്ലാ ഷൂട്ടും ഇപ്പൊ കാണുന്ന എല്ലാ റീലും രാവിലെ തുടങ്ങി കറക്റ്റ് ഒരു ആ ടൈമിലാകുമ്പോ തീരുന്ന എല്ലാതും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ആഡോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യും, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എഡിറ്റ് ഷൂട്ട് ഏറെക്കുറെ ഇതിന് എടുക്കുന്ന ഒരു ആവറേജ് ഒരു ടൈം പീരീഡ് എത്രയായിരിക്കും? ഒരു 10 ദിവസം. അപ്പൊ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയുടെ ബാക്കിൽ 10 to 10 ദിവസം എന്ന് പറയുന്നത് ഞാൻ അത്രയും ഷെഡ്യൂൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ 10 ദിവസം. അതല്ലാണ്ടെങ്കിൽ ഒരു 15-20 ദിവസം നമ്മള് മൊത്തം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മള് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15-20 ദിവസം കൂടി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു റീല് നിങ്ങൾക്ക് റീല്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ നോക്കിയാലും ഇപ്പൊ ഞാൻ നോക്കുമ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അല്ല പറഞ്ഞ 1-2 വീഡിയോസ് കിട്ടുള്ളൂ, പക്ഷെ ഇടുന്ന സാധനങ്ങളൊക്കെ അടിപൊളി സാധനങ്ങൾ. അപ്പൊ അതിന്റെ റീസൺ ഇതാണോ? നിങ്ങൾ എടുക്കുന്ന ടൈം അതാണ്? ടൈം കുറച്ച് ഇതാണ് കാരണം. പിന്നെ അതും പോരാണ്ട് ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് എടുക്കുള്ളൂ. ഇപ്പൊ കണ്ടന്റ് ഓക്കെ ആയിട്ട് ക്ലയൻസ് സാറ്റിസ്ഫൈഡ് ആവണം. ഒരിക്കൽ ഞാൻ വെറുതെ ഇപ്പൊ നമുക്ക് കുറെ ക്ലയൻസ് വരും, ഓരോടൊക്കെ ഓക്കെ നമുക്ക് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വെറുതെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ കറക്റ്റ് ഓരോ ഇന്നെ കൊണ്ട് ഇതാണ് കൊടുക്കാൻ പറ്റാന്നുള്ള ഓർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ എടുക്കും. അപ്പോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് അപ്രോച്ച് ചെയ്ത് ഞാൻ പിന്നെ ഫുൾ ബാക്കി ഫർദർ എല്ലാതും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ തുടങ്ങും. പിന്നെ ഇപ്പൊ നിലവിലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എയുടെ കുറെ സാധനങ്ങളൊക്കെ വരുന്നില്ല. അതിലിപ്പോ നിലവിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ജോലികൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റിംഗിലേക്ക് ഒരു വന്ന് കയറുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും അത്ര അധികം കണ്ട് കുറെ പേര് മോശപ്പെട്ട് കാണുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് ചെയ്യുന്നതും ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവരതും എഫേർട്ട് ഉണ്ട്, അത് നോക്കണം. അതല്ല നമ്മളിപ്പോ വന്നു വെച്ചാലും
നമ്മളെ ഫീൽഡിൽ നിന്ന് നമ്മൾ ഫീൽഡ് ഔട്ട് ആവാൻ നോക്കണം എന്നുള്ളത് നമ്മളതാണ്, നമ്മളെ എഫേർട്ടാണ് അത്. ഏനെ വെല്ലണം എന്നല്ല പറയണത്, നമ്മളെ എഫേർട്ട് ഫുള്ള് 100% നമ്മൾ ഇട്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വന്നു വിചാരിച്ചാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ. എഡിറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എഡിറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫുൾ മറ്റേ ട്രഡീഷണൽ തന്നെ സാധനമാണ്. ഏറെക്കുറെ എത്ര നാളെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഈ 4 years 5 years കയറി വന്നല്ലോ, അന്ന് മുതലാണോ അല്ലെങ്കിൽ ഇത് അക്കാഡമി പോയി പഠിച്ചാണോ, തന്നെ യൂട്യൂബിൽ പഠിച്ചാണോ, എങ്ങനെയാ? ഞാൻ പഠിച്ചത് BCom with CA ആണ്. ഞാൻ എഡിറ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ അറൗണ്ട് കറക്റ്റ് സാധാ ഒരു ചെറിയൊരു ഇൻഷോട്ട് മുതൽ തുടങ്ങുകയാണെങ്കിൽ പോലും ഒരു 2 വർഷമായിട്ടുണ്ടാവും. എഡിറ്റിംഗ് തുടങ്ങി 2 വർഷമായിട്ടുള്ള? 2 വർഷം. എഡിറ്റിംഗ് ഷൂട്ടിംഗ് മൊത്തം 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് തുടങ്ങി എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ അക്കൗണ്ട് തുടങ്ങി പറഞ്ഞോളൂ. അക്കൗണ്ട് അതാ പറഞ്ഞു, ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ അക്കൗണ്ട് തുടങ്ങിയിട്ട്. അപ്പൊ ജസ്റ്റ് 2 years എഡിറ്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്ന. ഓ നൈസ്. ഞാൻ വിചാരിച്ചു നിങ്ങള് നിലവിൽ അങ്ങനത്തെ ഒരു എഡിറ്റ്സും അത്യാവശ്യം ക്യാമറ വർക്ക് ഫുൾ ചെയ്യാൻ നിൽക്കുമ്പോ ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ്. ഇല്ലല്ലേ, ജസ്റ്റ് 2 വർഷം. എത്ര വയസ്സ്? ഡിഗ്രി ഇപ്പൊ 21. ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ മുതൽ തുടങ്ങി 2 വർഷം ആവുന്നു. ഓക്കെ, ഇതിപ്പോ ചൂസ് ഇപ്പൊ നിലവില് ഇനി അങ്ങോട്ടുള്ള കരിയർ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? നിലവിൽ ഇപ്പൊ പറഞ്ഞ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്യാമറ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നിലവിൽ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്. ഫ്യൂച്ചർ കാണുന്നത് എന്താണ്? കരിയർ വൈസ് എവിടെ എത്തണമെന്നാണോ, അല്ലെങ്കിൽ ഒരു പുതിയൊരു എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നാണോ, അല്ലെങ്കിൽ നിലവിലുള്ള സ്റ്റാർട്ടപ്പിനെ ഗ്രോ ചെയ്യണമെന്നാണോ, എന്താണ്? സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നൊക്കെ പണ്ട് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ആഡ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്, ഫിസ്റ്റൻകോ എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കമ്പനി ഞാൻ റൺ ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ കൂടി വെച്ചിട്ട്. അല്ലാതെ ഫ്യൂച്ചർ ഇത് ബിൽഡ് ചെയ്യണം. പിന്നെ അതേപോലെ മെയിൻ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, ഒരു മൂവി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. മൂവിയാണെന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. ഇപ്പൊ നിലവിൽ മൂവി എന്ന് പറഞ്ഞ കാര്യമല്ല, ഞാൻ കുറച്ചൊരു മറ്റേ നമ്മളൊരു റീല്, കോളേജിന്റെ ഒരു റീല് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ റീലാണ് അത്യാവശ്യം നല്ല രീതിയിൽ മേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ ചെയ്യാൻ എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു? അത് കറന്റ്ലി അവര് ഇതേപോലെ ജസ്റ്റ് എൻ്റെ അടുത്ത് അന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആണ് അത്. അവര് എന്നിട്ട് എന്നോട് വന്നിട്ട് ജസ്റ്റ് നമുക്കൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, ഈ നാളെ ഷൂട്ട് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വായോ നമുക്ക് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല. എഡിറ്റ് ഞാൻ പറഞ്ഞേക്ക് വേറെ വർക്ക് ഉണ്ട്, അത് പറ്റില്ലടാ നടക്കില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഈ ഷൂട്ട് മാത്രം മതി പറഞ്ഞിട്ട് പോയതായിരുന്നു. എന്നിട്ട് അവിടെ എത്തി പറഞ്ഞു ഓലിക്കൊരു കണ്ടന്റ് കാണിച്ചെന്ന്, വേറെ കോളേജിന് കണ്ടന്റ് കാണിച്ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതേപോലെ എടുക്കണത് മോശമല്ലേ, വേറെ ആളെ കണ്ടന്റ് നമ്മള് എടുക്കണത് എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ വേറെ ആളത് എടുക്കലില്ല, യൂണീക്ക് ആയിട്ട് സാധനം എന്റേത് മാത്രമായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോ പാട്ട് പോലും ആ സെയിം പാട്ടിനെ ഇടൂല, പാട്ടിന് ഞാൻ വോക്കലത് മാറ്റിയിട്ട് കട്ട് ചെയ്യാ. എന്നിട്ട് ഇവര് വന്നപ്പോ എന്നോട് ചോദിച്ച് നമുക്കിത് ചെയ്യാറ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒരു കണ്ടന്റ് നമുക്ക് ഇപ്പൊ ഇരുന്ന് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പിടിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കി, അപ്പൊ ഷൂട്ട് ചെയ്ത് രാത്രി ആയപ്പോ അന്ന് രാത്രി ഇരുന്നിട്ട് രാവിലെ 4 മണിയായപ്പോ ഔട്ട് എടുത്തത് അതിന്റെ. അതപ്പോ ഒരു ദിവസത്തെ പണിയാണ്. ആ ഒരു കോളേജിന്റെ അതാ പറഞ്ഞത്, നമ്മള് ഇരുന്ന എത്തും. ഓ, പക്ഷെ അതിന്റെ എൻഡാലി രണ്ട് എന്താ പറയാ എഡിറ്റിംഗ് രീതിയാണല്ലോ. മറ്റേ ഫാസ്റ്റ് കട്ടും അടിപൊളിയായിരുന്നു. അപ്പൊ അത് വൺ ഡേയുടെ വർക്ക് ആയിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും ഇവരുടെ വ്യൂവേഴ്സ് അറിയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കാൻ നേരത്തെ ഓക്കെ ഒരു വീഡിയോ കാണുമ്പോ നമുക്ക് ഇതിന്റെ ബാക്കിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയില്ല, ടൈം പീരീഡ് അറിയില്ല, ക്ലയൻസിന്റെ അടുത്ത് നിന്ന് റിജക്ഷൻസ് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ പേയ്മെന്റ്സിന്റെ കേസ്, അതായത് പൈസ തരാതെ മുങ്ങിയ ക്ലയൻസ് ഒക്കെ ഉണ്ടോ? ഫ്രീലാൻസിംഗ് അതൊരു വലിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ട്. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എവിടെ നോ പറയാൻ നല്ല, എന്റെ കേസിൽ ആരോട് ഞാൻ പറയും നോ എന്ന് പറഞ്ഞ സാധനം പറയാനുള്ള തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറയാനേ പറ്റുള്ളൂ, നമുക്ക് പറയാൻ കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ ഞാന് ഇതേപോലെ വർക്ക് തരും, വർക്ക് എന്നിട്ട് ഔട്ട് ഞാന് ജസ്റ്റ് 1 ടൈം അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യല്, അല്ലെങ്കിൽ പ്രമോ എഴുതിയിട്ട് കൊടുക്കലൊക്കെ ഇരുന്ന്. പിന്നെ അവരിങ്ങനെ ചോദിച്ചിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാവും. പിന്നെ ഇപ്പൊ ഏതൊരാളാണെങ്കിൽ പോലും ക്ലൈന്റ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കാണണം. ഇല്ലാണ്ടെങ്കിൽ അത് ഇപ്പൊ എത്ര ഇതിലാണെങ്കിലും ബിസിനസ് ഈസ് ബിസിനസ്, അത് അങ്ങനെയാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫണ്ടിന്റെ കേസിൽ ലാഗായിട്ട് ചിലത് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഏറെക്കുറെ എല്ലാ ഫ്രീലാൻസേഴ്സും ഫിനാൻസേഴ്സിന്റെ പ്രശ്നമാണ് അത്. പ്രശ്നമാണ്. ഒന്നെങ്കിൽ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മള് അഡ്വാൻസ് വാങ്ങാണ്ട് വർക്ക് ചെയ്യും, ഇല്ലാന്നാണെങ്കിൽ അഡ്വാൻസ് കിട്ടിയാലും ചിലപ്പോൾ റെസ്റ്റ് ഓഫ് ദ പേയ്മെന്റ് കിട്ടാണ്ട്. അതാണ് മെയിൻ പ്രശ്നം വരിക. അഡ്വാൻസ് വന്നിട്ട് ഓല് ആദ്യം നമ്മള് അഡ്വാൻസ് ഒക്കെ തരും. അഡ്വാൻസ് വന്നിട്ട് ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഓരോരുത്തുള്ള ട്രസ്റ്റ് കറക്റ്റ് ആവും. അത് അതാണ് മെയിൻ പ്രശ്നം ഫ്രീലാൻസേഴ്സിന്റെ. അപ്പൊ ട്രസ്റ്റ് കറക്റ്റ് ആവുമ്പോ അതെന്തായാലും കിട്ടുമല്ലോ, ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോവത്. പക്ഷെ കിട്ടൂല. അതാണ് നമ്മള് റേവിന്റെ ഞാൻ പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, റേവിൽ ആ ഒരു ഫീച്ചറെ ഇതൊക്കെ ഈ ഫ്രീലാൻസേഴ്സ് ബുദ്ധിമുട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വർക്ക് എടുക്കുള്ളൂ, ഹാഫ് പേയ്മെന്റ് ഇല്ല, ആ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഫ്രീലാൻസിംഗ് കൂടെ വന്നിട്ടുള്ള നമുക്ക് ഫ്രീലാൻസിന്റെ എല്ലാ ഇഷ്യൂസ് അറിയാം. പിന്നെ വേറെ കേസ്, ഇനീഷ്യലി ഇപ്പൊ ഞങ്ങള് റേവിലാണെങ്കിൽ വരാൻ നേരത്ത് നിങ്ങൾക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ ഫ്രീലാൻസേഴ്സിന് ബിഗിനേഴ്സിന് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഇനീഷ്യൽ വർക്ക് കിട്ടാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട്? ഒരു ആഡ് വർക്കോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പെയ്ഡ് വർക്ക്, അത് ഓർമ്മയുണ്ടോ? ആദ്യത്തെ പെയ്ഡ് വർക്ക് ആരാ തന്നത്? ഫസ്റ്റ് പെയ്ഡ് വർക്ക് എന്ന് പറയുന്നത്, ഞാൻ എഡിറ്റിംഗ് പഠിക്കണേ. എഡിറ്റിംഗ് ഞാൻ ചെയ്യണം വെറുതെ ചെയ്തിട്ട് ജസ്റ്റ് ഇന്റേതായിട്ടുള്ള കോളേജിൽ ഞാൻ വെറുതെ വീഡിയോ ഇടണം, അങ്ങനെ ആയിരുന്നു. ഫസ്റ്റ് വർക്ക് ഞാൻ എടുക്കുന്നത് ഒരു എഡിറ്റിംഗ് വർക്കാണ്. എഡിറ്റിംഗ് മാത്രമായിട്ട് എടുക്കലേ ഇല്ല, ആകെ എടുത്തിന് അത് മാത്രമേ കാരണം. അത് ഞങ്ങളെ നാട്ടിലല്ല, കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്കൂളിന്റെ +2 ഓണത്തിന് എന്തൊരു വർക്ക് എന്തായിരുന്നു. എത്ര പേയ്മെന്റ് കിട്ടിയായിരുന്നു? 250 രൂപ. 250 ഫസ്റ്റ് വർക്ക് അല്ലേ? ഫസ്റ്റ് വർക്ക് 250 രൂപ. അത് എടുത്തിട്ട് വേറെ ഞാന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് മൾട്ടിയിലും ഇതേപോലെ വിഷ്വലിലൊക്കെ ഉള്ള. ഓര് പറഞ്ഞത് അത് കേട്ടിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ. 250 എടുത്തതിന് പറയാൻ എനിക്കറിയില്ല. ഞാന് അങ്ങനെയൊക്കെ ഐഡിയ ഇല്ലാത്ത കാരണമാണ് ഞാൻ അങ്ങനെ എടുത്തിരുന്നത്. ഇപ്പോഴും കുറെ പേരുണ്ട് അങ്ങനെ. അത് സത്യം പറഞ്ഞാൽ അതൊരു നല്ലതല്ല. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിൽ നമ്മളെ മാത്രല്ല നശിപ്പിക്കണത്, അപ്പുറത്തുള്ള ആളെയും കൂടിയും വില കളയണ പരിപാടി. എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയില്ല. മാർക്കറ്റിന്റെ വാല്യൂ മാർക്കറ്റേ അറിയില്ല. അങ്ങനെയാണ്, മാർക്കറ്റേ അറിയില്ല. അന്ന് ഞാൻ പൈസ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോ ഓനായിട്ടിക്ക് തന്നതാണ് അങ്ങനെ. അത് ഇതേപോലെ ഫാസ്റ്റ് കട്ട് തന്നെ. അതില് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നു അന്ന്. മറ്റേ അഡോബിന്റെ ഫ്ലൈ ഫയൽ ഉണ്ടല്ലോ, അതിലേറ്റുണ്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒബ്ജക്റ്റ് ഇങ്ങനെ മാറുന്ന ഒരു സാധനം എന്തോ ഉണ്ട് കറങ്ങിയിട്ട്, അതെന്തോ ഒന്ന് യൂസ് ചെയ്ത് കൊടുത്തു. അത് മാത്രമായിരുന്നു അതില്. അങ്ങനെ അതാണ് ഫസ്റ്റ് വർക്ക്. അതാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്ന വർക്ക്. അതിന് ശേഷം പിന്നെ ഇതൊരു പ്രൊഫഷൻ ആക്കണം, അല്ലെങ്കിൽ ഇതിന്ന് കുറച്ച് ഇൻകംസ് മന്ത്ലി ഉണ്ടാക്കണം എന്നാലോചിച്ചപ്പോ ഒന്നെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയാം, അല്ലെങ്കിൽ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? അതായത് ഇപ്പൊ ഇൻസ്റ്റയിൽ കണ്ടന്റ് ഇട്ടിട്ട് അതിൽ നിന്ന് ഓർഗാനിക് ആയിട്ട് ലീഡ്സ് കൊണ്ടുവരുന്നതാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്ലയൻസിനെ പോയി കണ്ടിട്ട് എങ്ങനെയാ വർക്ക്സ് വന്നുകൊണ്ടിരുന്നത്? ഇന്ന് വരെ ഒരു വർക്കിന് ഒരു ക്ലയന്റിനെ പോയി പിച്ച് ചെയ്തിട്ടില്ല. ഒരു ഒറ്റ വർക്ക് മാത്രമേ പിച്ച് ചെയ്തിട്ടുള്ളൂ. വേറെ ഇന്നേ വരെ ഒരു വർക്ക് പോലും ഒരു ക്ലയന്റിന് ഞാൻ അവിടെ പോയിട്ട് പിച്ച് ചെയ്തിട്ടില്ല ഇതുവരെ. ഫസ്റ്റ് വർക്ക് പോലും പിച്ച് ചെയ്യാതെ കിട്ടിയതാ. കോളേജ് വർക്ക് വരെ പിച്ച് ചെയ്യാതെ കിട്ടിയതാ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെഡിങ് കുറെ എടുക്കണ്ടായിരുന്നു. വെഡിങ് എടുത്ത് അത് ഇതേപോലെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ ഞാൻ ജസ്റ്റ് ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്യും. അത് കണ്ടിട്ട് കോളേജിലത്തെ എന്റെ സീനിയേഴ്സിന്റെ കല്യാണം അങ്ങനെയൊക്കെ ആയിരുന്നു ആ വെഡിങ്. അതൊക്കെ ആയിരുന്നു ഒരു ആദ്യത്തെ ടൈമിലൊക്കെ വർക്ക്. അതായത് റെഫറൻസ് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് അന്ന് അഡ്വർടൈസ്മെന്റ് തുടങ്ങണം ഉണ്ടായിരുന്നു. ഏതൊരാൾക്കും ആദ്യത്തെ ആഗ്രഹം ആഡ് കമ്പനി തുടങ്ങണം, ആഡ് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആരും അത് ചെയ്യൂല. കാരണം ഒരാൾക്ക് ഒറ്റയടിക്ക് ആഡ്മക്ക് ഇറങ്ങാൻ നല്ല റിസ്ക് ആണ്. ആഡ്മക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ വെഡിങ് പോലല്ല, വർക്ക് കിട്ടുക പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ ഇക്കുള്ള തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. തീരെ പറഞ്ഞാൽ തീരെ ഇല്ല, അങ്ങനത്തെ ഒരാളാണ്. ആകെ എന്റെ ലൈഫിൽ കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലില്ല. അങ്ങനെയാണ് ഞാൻ ഈ വെഡിങ്ങും ഇവര് തരുമ്പോ ഞാൻ ചെയ്യണോന്നാ ചോദിച്ചിരുന്നത് അവരോട്. അങ്ങനെ അതിന്റെ ഔട്ട് കൊടുത്ത് പിന്നെ അതിമെന്നാണ് ഞാൻ പോലും അറിയാതെയാണ് ഞാൻ ഇതിൽ വന്നത്. അന്നൊക്കെ ക്യാമറ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലെ എടുക്കാൻ പേടിയാ. വീട്ടില് ഇതിന് പൈസ ചോദിക്കണം, അതേപോലെ പേടിയുണ്ട് നല്ല രീതിയിൽ. ഒറ്റയടിക്ക് നമ്മൾ കയറിയിട്ട് ഒരു ക്യാമറയുടെ പ്രൈസ് ഒക്കെ അത്യാവശ്യമാണ്. അപ്പൊ
ഞാൻ അതേപോലെ ഫ്രണ്ടിന്റെ ക്യാമറയൊക്കെയാണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഒറ്റയടിക്ക് ക്യാമറയുടെ കാര്യം പറയുമ്പോഴും അത് കാരണം ഞാൻ എന്ത് ചെയ്ത്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇസ്മായിൽ പറഞ്ഞിട്ട്, ഓനായിരുന്നു എന്നെ പുഷ് ചെയ്തിരുന്നത് ക്യാമറ എടുക്കാനാണെങ്കിലും ഇതിക്ക് ഇറങ്ങാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ CA പഠിക്കുന്ന ഒരാളായത് കാരണം അത് കുറച്ച് ഇതാണ്. CA പഠിക്കുന്ന ഒരാള് പെട്ടെന്ന് ഇതിക്ക് ഫീൽഡിലേക്ക് പോവുക പറയുമ്പോ വീട്ടുകാർക്ക് അത് പോസിബിൾ അല്ല, അവർക്ക് ഓക്കെ അല്ല. അങ്ങനെ എന്നിട്ട് പിന്നെ എന്റെ കാക്ക നല്ല സപ്പോർട്ട് ആയിരുന്നു. ഈ കാക്ക ഓൻ തന്നെയായിരുന്നു എന്നോട് പറഞ്ഞത്, ഓക്കെ ഈ നോക്കിക്കോ, എനിക്ക് ഓക്കെ ആവണേ ചെയ്തു പറഞ്ഞിട്ട്. ഓൻ തന്നെ എനിക്ക് പൈസ ഒക്കെ തന്നിന് കുറേയൊക്കെ. അങ്ങനെ എന്നിട്ട് ഞാൻ ക്യാമറ പോയി എടുത്തതും അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ വെഡിങ് എടുത്ത് തുടങ്ങി. അന്ന് ഞാൻ മനസ്സിലായി ഇത് എന്താണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടുന്നക്ക് ഓരോ സ്റ്റേജിൽ കൂടെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി ചെറിയ ചെറിയ കാര്യങ്ങള്. അങ്ങനെയാണ് ഞാൻ എന്നിട്ട് ഈ വെഡിങ് ഇങ്ങനെ വന്ന ടൈമിലാണ് വെഡിങ്ങിന്റെ വീഡിയോസ് അപ്പൊ പോസ്റ്റ് ചെയ്യായിരുന്നോ? പണ്ട് കുറെ ഇട്ടായിരുന്നു, അത് എല്ലാതും ഇടുകയില്ലായിരുന്നു. അതിന്ന് ഇഷ്ടം 3 മില്യൺ 4 മില്യൺ ഒക്കെ കയറിയുണ്ട്. അതെങ്ങനെ ചെയ്യാം, അതിലും കുറെ ഞാൻ വെഡിങ്ങിൽ ഞാൻ ഫാസ്റ്റ് കട്ട് ചെയ്യരുത്. സാധാരണ ഒരു വെഡിങ് റീൽ അല്ലായിരുന്നു എൻ്റെത്, വീഡിയോ അല്ലായിരുന്നു. സാധാരണ വെഡിങ് റീൽ പറഞ്ഞാല് നോർമലി അന്ന് നടക്കണ മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാം, ആ ഒരു സെറ്റപ്പാ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിലൊരു വെറൈറ്റി പറഞ്ഞിട്ട് ഫാസ്റ്റ് കട്ട് ആക്കി. ചെക്കനെ വെച്ചിട്ടുള്ള വെഡിങ്ങിന്റെ ഫാസ്റ്റ് കട്ട് തന്നെയായിരുന്നു. അത് വെച്ചിട്ട് ഓരോ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് ഓലെ വെച്ചിട്ട് ഇക്ക വരുന്ന ക്ലയൻസ് അങ്ങനെയായിരുന്നു, ഓൽക്ക് അറിയാം ഇതിന്റെ ഇരുന്ന് ഇതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ഓല് വില്ലിങ് ആണ്, അഭിനയിക്കാനും എന്തിനും വില്ലിങ് ആണ് എന്റെ ക്ലയൻസ് എല്ലാതും. അതുകൊണ്ട് അങ്ങനെ അതിലങ്ങനെ ആ ഒരു കണ്ടന്റിൽ അങ്ങനെ പോയിരുന്നു വെഡിങ് മൊത്തം. പിന്നെയാണ് ആഡുമൊക്കെ എത്തിയത്. അതായത് ഇപ്പൊ നിലവിൽ കാണുന്ന നമ്മുടെ ഓഡിയൻസിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രഷേഴ്സ് ഇപ്പൊ ഇത് കാണുന്നുണ്ട്, എഡിറ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഇനീഷ്യലി വർക്ക്സ് കിട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ റെഫറൽസ്, അതായത് കോളേജിലുള്ള ഫ്രണ്ട്സ് ത്രൂ ആണ് വർക്ക്സ് കിട്ടിയെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഇൻസ്റ്റയിൽ കണ്ടന്റ് ഇട്ടിട്ട് അതിൽ നിന്ന് വർക്ക്സ് കിട്ടി. അപ്പോ നിലവിൽ കാണുന്നവരോട് ഇനീഷ്യൽ ഇപ്പൊ ഇതുവരെ ഒരു ക്ലയന്റ് കിട്ടിയിട്ടില്ല, അവർക്ക് ചെറിയ എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ അറിയാം, അവർക്ക് ഇനീഷ്യൽ ഒരു ക്ലയന്റിലേക്ക് ലാൻഡ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? അവര് ഒരിക്കലും ഒരു ക്ലയന്റ് നമ്മൾ അവിടെ പോയി പിച്ച് ചെയ്യണം ചെയ്യരുത് ഞാൻ പറയും ചെയ്യില്ല കേട്ടോ. കാരണം ഒറ്റയടിക്ക് നമുക്കത് കിട്ടുമെന്നില്ല. നമ്മളടുത്ത് എന്താണോ കണ്ടന്റ് ഉള്ളത് അത് വെച്ചിട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്യാം, 1 2 3 വീഡിയോ ചെയ്യാം. അത് അതിമെന്ന് റിസൾട്ട് കാണുമ്പോൾ നമ്മളെ ഇങ്ങനെ പിച്ച് ചെയ്യാൻ ക്ലയൻസ് വരും, ഉറപ്പാണ്. 100-ൽ 100 ഇട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും. നമ്മളതായിട്ട് എന്തെങ്കിലും വേണം, അല്ലാതെ എല്ലാവരും ചെയ്യണ സാധനം തന്നെ ചെയ്താൽ ഇപ്പൊ വേറെ ക്ലയൻസിന് ഓൽക്ക് വേറെയും കിട്ടും. അതല്ല നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ട് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാല് ഒരു ക്ലയന്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൈസ് നമ്മൾ പറയണം. അത് വലിയൊരു പോയിന്റ് പ്രൈസിങ്. ഇപ്പൊ പറഞ്ഞ തുടക്കം ഇപ്പൊ ഫിസ്റ്റ് ആയാലും അൻസിലായാലും ഇപ്പൊ 250 ആദ്യത്തെ വീഡിയോ അറിയാതെ ചെയ്ത് കൊടുത്തത്. ഇതുപോലെ ഇനീഷ്യലി പ്രൈസിങ് അറിയാത്ത ആൾക്കാരുണ്ട്. പ്രൈസിങ് പറഞ്ഞാല് പ്രൈസിങ് മെയിൻ സാധനമാണ്. നമ്മൾ ഇടുന്ന എഫേർട്ടും കാണുന്ന ക്ലയന്റിന് വിചാരിക്കും നമ്മളിപ്പോ ഒരു 50,000 നമ്മൾ മേടിക്കാന്ന് വെക്ക്, ക്ലയന്റ് ചോദിക്കും 50,000 എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ അപ്പൊ നമ്മള് ശരിയല്ലേ 50,000 അത്ര വലിയ എമൗണ്ട്. പക്ഷെ ആ ഒരു വർക്കിന് വരുന്ന എഫേർട്ട്, അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാതും വെച്ചിട്ട് വരുമ്പോ വാല്യൂ ഉണ്ട്. നമുക്ക് ഇങ്ങനൊരു ക്ലയന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് കണ്ടിട്ട് വരുന്നതാണ്, അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഓല് പിച്ച് ചെയ്യണല്ല. അപ്പൊ ഓല് അവിടെ ബാർഗെയിൻ ചെയ്യണതിൽ ഒരു പ്രസക്തി ഇല്ല. നമ്മൾ അവിടെ എന്താണോ പറയണത് അതാണ് അവിടുത്തെ പ്രൈസ് പറയണത്. പക്ഷെ ആ പ്രൈസിൽ ഒരു ഇത് വേണം, അല്ലാതെ വെറുതെ കുറെ പ്രൈസ് ഇടാന്നല്ല. പക്ഷെ നമ്മൾ ഇടുന്ന പ്രൈസിൽ നമ്മൾ വെർത്തായിട്ട് ഒരു സാധനം ഓൽക്ക് കൊടുക്കുന്നുള്ളൊരു ഉറപ്പ് ഓൽക്ക് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് ഓക്കെയാണ്, പിന്നെ പ്രശ്നമില്ല അവിടെ ഈ പ്രൈസിന്റെ കാര്യത്തിൽ. ഈ പറഞ്ഞ കാണുന്ന ഓഡിയൻസിന് പറഞ്ഞ പ്രൈസിംഗില് ചില ഡൗട്ട്സ് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് വ്യൂസ് വെച്ചിട്ടും വേണമെങ്കിൽ പ്രൈസ് പറയാം, ജസ്റ്റ് നമ്മുടെ ഒരു എഡിറ്റിംഗ് സാധനം വെച്ചിട്ട് ഒരു പ്രൈസ് പറയാം. ഇതില് ഏതായിരിക്കും എന്താ പറയാ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് പറയുന്നത്? കാരണം വ്യൂസ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 lakh വ്യൂസ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രൈസ് കയറ്റി പറയാം. മറ്റേതാകുമ്പോൾ നമുക്ക് എന്താ പറയാ അധികം പ്രൈസ് എന്താ പറയാ നല്ല രീതിയിൽ ഹൈ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന മാർക്കറ്റ്, ഇവര് മെയിനായിട്ട് എല്ലാ ക്ലയൻസും വരുന്ന മാർക്കറ്റിംഗ് വേണ്ടിയിട്ടാണ്. അപ്പോൾ
അതെങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിലൊക്കെ? വ്യൂസ് വെച്ചിട്ടായിരുന്നോ പേയ്മെന്റ് വരണേ, അല്ലെങ്കിൽ ജസ്റ്റ് വർക്കിനുള്ള പേയ്മെന്റ് ആയിരുന്നോ? ഇല്ല, ഞാൻ വർക്കിനായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട്. ഒറ്റയടിക്ക് ഇപ്പൊ എന്നോടൊരു ക്ലയന്റ് പോന്ന് ചോദിച്ചാലും വ്യൂസ് വരുന്നോ ഞാൻ ഗ്യാരണ്ടി ഇല്ല. ഒരു 1 million തരുവ വെച്ചാൽ പറഞ്ഞു നമുക്ക് ഉറപ്പില്ല. പറയാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റഗ്രാമാണ്, അൽഗോരിതം പ്രകാരം എങ്ങനെ വരും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, നമ്മളെ കണ്ടന്റും, ഒരു 10 ആള് കണ്ട ആ 10 ആൾക്ക് സാധനം മനസ്സിലാവണം. ഇതാണ് കണ്ടന്റ്, ഇതായിരുന്നു, ഇതൊരു ആഡ് ആയിരുന്നോന്ന് ഒരു 10 ആൾക്കാർ ചോദിച്ചാ 10 കസ്റ്റമേഴ്സ് കറക്റ്റ് ആണ് നമ്മൾ അവിടെ പിച്ച് ചെയ്തെടുത്ത്, നമ്മളെ ഇന്റൻഷനും ഒക്കെ അവിടെ കറക്റ്റ് കിട്ടി. എഡിറ്റേഴ്സിന് മാസം 1 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് പറ്റും. ഇപ്പൊ നിലവിൽ വന്നിട്ട് എല്ലാവരും ചിന്തിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ആ ഒരു ലെവൽ ആൾക്കാർക്കാണ് സ്ഥിരം നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. പക്ഷെ എനിക്കറിയാം ഇപ്പൊ നമ്മളൊക്കെ ഈ ഫീൽഡിലുണ്ട് എഡിറ്റേഴ്സിന് എത്രത്തോളം ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു. പക്ഷെ ഇപ്പോഴും ഇത് പുറത്തേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇത്ര ഉണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർ കാണുന്നത് ഏറ്റവും ലോ സ്കിൽഡ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ആണ്. ഇതിന്റെ ട്രൂത്ത് എന്താ? നമ്മളടുത്ത് എഫേർട്ടും അതേപോലെ നമ്മളടുത്തൊരു സാധനം ഉണ്ട്, അതിന്റെ വാല്യൂ നമ്മളാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് എത്രയും വാല്യൂ ആക്കാം, ഏത് ലെവലിലേക്ക് എത്തിക്കാം. അത് നമ്മളതാണ് പ്രൊഡക്റ്റ്. അതല്ല ബാക്കിയുള്ളവരത് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ, അപ്പോൾ ബാക്കിയുള്ളവരുടെ പ്രൈസ് നമ്മൾ നോക്കണം, നമ്മളെ പ്രൈസ് നോക്കിയിട്ട് അങ്ങനെയാണ് വരിക. പക്ഷെ അതല്ല, നമ്മളതായിട്ടുള്ള ഒരു യൂണീക്ക് സാധനം നമ്മൾ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. അവിടെ എത്രയും വേണമെങ്കിൽ പറയാമെന്ന് മാത്രമല്ല, നമ്മൾ ആ ഒരു കൊടുക്കുന്ന ഇതേപോലെ ഇരിക്കും, ഔട്ട് പോലെ ഇരിക്കും. അത് ഇപ്പൊ ഒരു എഡിറ്ററിന് 1 lakh എന്നുള്ളത് വരുമ്പോൾ സിമ്പിളായിട്ട് പറ്റും. കാരണം അത് എങ്ങനെ വെച്ചാല് കുറെ എഡിറ്റ് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഒരു വെഡിങ് എടുക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും, ഒരു ആഡ് എടുക്കുന്ന ആൾക്കാണെങ്കിലും, കുറെ വീഡിയോസ് ഒരു മാസം ഒരു 10-25 വീഡിയോസ് കുത്തിരുന്ന് ചെയ്തിട്ടുണ്ട്, ഒരു 25 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് പുറമെ ഒരു 5-6 വീഡിയോ ചെയ്താലും ഇതേ പൈസ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. പേഴ്സണൽ ബ്രാൻഡിനും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. കാരണം ഈ 25 നമ്മൾ ചെയ്യണതും അതിൽ തന്നെ 5 നമ്മൾ ചെയ്യണതിൽ നല്ല വ്യത്യാസമുണ്ട്. വെറുതെ 25 ചെയ്യണ വിധം നല്ലതൊരു 5 ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫിസ്റ്റ് ആയാലും ഈ പറഞ്ഞ പോലെ ആ വീഡിയോസ് ഇട്ട് ആ ഒരു വ്യൂസ് കൊണ്ടുവന്ന് അതിൽ സ്കില്ല് കാണിച്ചിട്ടാണ് ആ ഒരു ലെവലിലേക്ക് വന്നത്. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തെ എന്തായാലും കുറച്ച് ഹാർഡ് വർക്ക് ആദ്യം വേണം. ഒറ്റയടിക്ക് നമ്മൾ സ്മാർട്ട് ആകാൻ പറ്റില്ലല്ലോ. പിന്നീട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം ബ്രാൻഡ് നിങ്ങൾ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി, നിങ്ങളുടെ വാല്യൂസ് ഒക്കെ ഈ പറഞ്ഞ പോലെ വ്യൂസ് ആയാലും ഇപ്പൊ നിങ്ങളെ പറഞ്ഞ പോലെ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കാണ് സിഗ്നേച്ചർ വർക്കാന്ന് തോന്നി തുടങ്ങി കഴിഞ്ഞാൽ ഇനി പറഞ്ഞ പോലെ ഒരു പോയിന്റിലേക്ക് എത്തും. ആ പേഴ്സണൽ ബ്രാൻഡിന്റെ ആ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് എത്തും. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക്, കാരണം പണ്ട് ഞാൻ ഒരാളോട് ഒരു പ്രൈസ് പറയാൻ, ഇതാണ് പ്രൈസ് എന്ന് പറയാൻ വേണ്ടിട്ട് ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് അല്ല, ക്ലയന്റ് ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പറയാൻ ഒക്കെ ഒരു പേടിയായിരുന്നു. കാരണം ഇപ്പൊ ഒരു മാസമാണ് നമുക്ക് വരുന്നത്. ഒരു മാസത്തിൽ നമ്മൾ ഒരു മാസക്കണക്കിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 4-5 ആൾക്കാർ നമുക്ക് ക്ലയന്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇനി ഇത് എടുത്തില്ലെങ്കിൽ ഇനി എങ്ങാനും അടുത്ത മാസം വർക്ക് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി, ഒന്നല്ലെങ്കിൽ നമ്മൾ വിട്ടാലും വേറെ നല്ലത് വരും എന്തായാലും. കുറെ കഴിഞ്ഞ ടൈമിലേക്ക് കുറെ വർക്ക് വന്നിരുന്നു ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ ഇതേപോലെക്ക് ഈ പൈസയുടെ കാര്യം പറയുമ്പോൾ ഒരു ബാർഗൻ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങോട്ട് മിസ് ചെയ്യിക്കില്ല. കാരണം ബാർഗന്റെ കാര്യത്തിൽ, കാരണം എനിക്ക് നോ പറയാം പ്രശ്നമാണ്. അതായത് ഞാൻ സൈലൻസ് ആയി നിൽക്കും. അപ്പൊ പിന്നെ ഒരു മെസ്സേജ് ഇങ്ങോട്ട് മെസ്സേജ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെസ്സേജ് നമുക്ക് ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ പോലെ എത്തും. അപ്പൊ നമ്മള് അതല്ല അവിടെ സംസാരിച്ച് വെറുതെ അലമ്പാക്കണേം ഭേദമാണ് കുറെ സ്ഥലത്ത് സൈലൻസ് ആയി ഇരിക്കണതും. ശരിയാ. അതായത് അത് മെയിൻ ആയിട്ട് സെയിൽസിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതുകൊണ്ടാണ് നമ്മളുടെ വർക്ക് എടുക്കേണ്ടത്, നമ്മുടെ വർക്ക്സിൽ ഇത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു ബോധിപ്പിക്കുന്നതിനേക്കാളും നല്ലത് വർക്ക്സ് അവിടെ കണ്ട് മനസ്സിലാക്കിയാണ്. പക്ഷെ അത് എല്ലാവർക്കും പോസിബിൾ അല്ല ഇനീഷ്യലി. പക്ഷെ ഇപ്പൊ അറ്റ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആവും. പോയിന്റ് ഉണ്ട്. നിലവിൽ മനസ്സിലായാലും ഒരു പേടി ഉണ്ടായിരുന്നു, പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതാണ് ആ ഒരു പേഴ്സണൽ ബ്രാൻഡിന്റെ. പിന്നെ നിലവിൽ പേഴ്സണൽ ബ്രാൻഡ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക, ഒരാൾക്ക് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം,
ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിന് ലൈക്ക് ടിപ്സോ അല്ലെങ്കിൽ ഇതിനൊരു റോഡ് മാപ്പെന്നോ കൊടുക്കാൻ പറഞ്ഞാൽ ഇനീഷ്യലി എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് എന്ത് ചെയ്യണം? അത് സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, ഈവൻ ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, എന്തായിരിക്കും പറയുന്നത്? ആള് ചെയ്യണ സാധനം ആൾക്ക് ഇപ്പൊ എന്റെ കേസിൽ ഫിസ്റ്റർ ഞാൻ ഇപ്പൊ എന്റെ ഫേസ് അധികം റിവീൽ ഞാൻ അധികം ചെയ്യില്ല. റിവീൽ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് മാത്രം ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആട്ടോ അല്ലേ? അതെ എന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണത്. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെയും അങ്ങനെ പോയി കാണിക്കണം അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എന്റെ കേസിൽ എന്റെ വർക്കാണ് എന്റെ പോർട്ട്ഫോളിയോ, എന്റെ അക്കൗണ്ട് ആണ് എന്റെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ വരുന്ന. അത് കാരണം ആ ഒരു സാധനം ഉണ്ട് നമുക്ക്. ഇതാ ഇപ്പോ ഫസ്റ്റത്തെ കേസിലേക്ക് ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നു, ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ആക്കണം. കാരണം കുറെ ആൾക്കാരോട് പറയും ഫേസ് റിവീൽ ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്തൂടെ. എന്റെ കേസിൽ ഞാൻ എടുക്കണ വീഡിയോ തന്നെ വേണം എനിക്ക് എഡിറ്റ് ചെയ്യണം. വേറെ ആൾക്കാർ എഡിറ്റിങ്ങിന്റെ വർക്ക് വന്നാലും ഞാൻ എടുക്കൂല, അതേപോലെ വേറെ ഷൂട്ടിങ്ങിന്റെ വർക്കും ഞാൻ ചെയ്യലില്ല. ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി, ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് മൊത്തത്തിൽ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യലാണ് എനിക്ക് ഇഷ്ടം. ഷൂട്ട് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത് അല്ലെ, എല്ലാം ഞാൻ തന്നെ ചെയ്യാം. കാരണം എനിക്ക് അതാണ് എന്റെ കംഫർട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കാറുള്ളത് കുറച്ച് പോസിബിൾ അല്ല. പക്ഷെ മറ്റത് ഭയങ്കര വലിയ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വർക്ക്സ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മളിപ്പോ ഒരാള് ഇത് പറഞ്ഞ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് വേറെ ആള് ചെയ്യാൻ നേരത്ത് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു പ്രശ്നമാണത്. ഭയങ്കര പാടാ. ഒരു കമ്പനി ഇപ്പൊ ബിഗിനേഴ്സ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് മെയിൻ സംഭവം എങ്ങനെയാ വെച്ചാൽ ഒന്നെങ്കിൽ ഒരു എഡിറ്റർ തന്നെ വേണം, ഒരു വീഡിയോഗ്രാഫർ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ വേണം, ഒരു വീഡിയോഗ്രാഫർ. ഇതിൽ അതല്ലാണ്ട് ഇത് മൂന്നും ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ ആൾക്ക് നമ്മളൊന്നും പറയണ്ട, ഓൻ്റെതായിട്ട് ഫ്രീഡത്തിൽ ഓനക്ക് വിട്ടുകൊടുക്കാം. അല്ലാണ്ട് ഈ മനുഷ്യരെല്ലാരും പല പല മൈൻഡാ. അപ്പൊ ഈ 3 കാറ്റഗറി ആൾക്കാർക്ക് 3 മൈൻഡ് സെറ്റ് ആവും. സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നത് വേറെ ഒന്ന്, എഡിറ്റ് ചെയ്യുന്നത് വേറെ സാധനമായിട്ട് വരും. അപ്പൊ ഈ പറഞ്ഞ ഈ ആദ്യത്തെ സ്ക്രിപ്റ്റ് ചെയ്ത ആള് ചോദിക്കും, ഇത് ഞാൻ ഇതൊന്നല്ലല്ലോ വിചാരിച്ചത്, ഇങ്ങനെ നല്ലല്ലോ വന്നത്. ആ ഒരു സംഭവം ഉണ്ടാവും. അതല്ലാണ്ടെങ്കിൽ ഇവർക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് തമ്മിൽ അത്യാവശ്യം കണക്ഷൻ വരുത്താം. ഒരാൾക്ക് അങ്ങോട്ട് അറിയാം, ഈ എഡിറ്ററിന് അറിയാം ഇതാണ്, വീഡിയോഗ്രാഫറിനും അറിയാം ഇതാണ് വേണ്ടത്, ഇതാണ് കിട്ടേണ്ടത്, ഓൻ്റെ അടുത്ത് നിൽക്ക് ഇതാണ് വേണ്ടത്. അപ്പൊ പിന്നെ ആ പ്രശ്നമില്ല അവിടെ. ഇപ്പൊ നിലവിൽ നോക്കാൻ നേരത്ത് കാണുന്ന ഇപ്പൊ ഫിസ്റ്റിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആണ്. എഡിറ്റിംഗ് ആയാലും വ്യൂസ് ആയാലും അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ എഡിറ്റിംഗ് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നു പറഞ്ഞാലും ഇതിന് ശരിക്കും എന്താ പറയാ ഈ സക്സസിന്റെ ഒക്കെ പുറകിൽ ആരാ? അല്ലെങ്കിൽ ഫുൾ ഒറ്റയ്ക്ക് തന്നെയാണോ? ഒറ്റയ്ക്ക് പറഞ്ഞാല് ഈ എഡിറ്റിംഗ് ആ ഒരു ഫീൽഡ് അതൊക്കെ വരുമ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് വരുള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞ ഫിസ്റ്റ് പറഞ്ഞ ആള് ഒരു തല മുതൽ ഇപ്പൊ ഈ അൻഷിൽ റഹ്മാൻ എന്നുള്ള ആള് ഫിസ്റ്റിക്ക് എത്തിയത് എന്റെ ഫ്രണ്ട്സ് എന്നുള്ള ഒരു സർക്കിൾ ഉണ്ട്. ചെറുതല്ല, കുറച്ച് നല്ല വലുതാണ്, കുറെ പേരുണ്ട്. അതും കുറെ ഈ സാധാരണ ഇപ്പൊ എല്ലാവർക്കും ഫ്രണ്ട്സ് പോലെ അല്ല ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ യാതൊരു കാര്യം എക്സ്പെക്ട് ചെയ്യാതെ എന്തും ചെയ്യൊക്കെ വേണ്ടിട്ട് എന്റെ എല്ലാ വീഡിയോസിലും എന്റെ ഫ്രണ്ട്സ് ആണ്. കാസ്റ്റിംഗ് എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്, അല്ലാതെ മറ്റതൊക്കെ എല്ലാതും എന്റെ ഫ്രണ്ട്സ് ആണ്, എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ ഒരു വർക്കിന് പോകുമ്പോൾ എന്റെ ഏറ്റവും നല്ല കംഫർട്ട് സോൺ ആണ് ഫ്രണ്ട്സ് ഉള്ളത്. ഞാൻ ഓരോയാണ് പിച്ച് ചെയ്യല്, ഓരോയിട്ടാണ് പോലെ വീഡിയോ എടുക്കാനാണെങ്കിലും ഷൂട്ടിങ്ങിനാണെങ്കിലും കണ്ടന്റ് മേക്കാണെങ്കിലും എല്ലാതും ഓരോയിട്ടാൻ പോലെ. അല്ല ഞാൻ പുറത്തുനിന്ന് ഇതേപോലെ വർക്കേഴ്സ് ഇല്ലേക്ക്, എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ വർക്കേഴ്സ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആർക്കും ഇല്ല. വർക്കേഴ്സ് എന്നുള്ള വരുമ്പോഴാണ് നമുക്കത് കിട്ടുക. എൻ്റെ ഇതിൽ മെയിൻ സക്സസ് ആണ് അതാണ് മെയിൻ ആയിട്ട് പറയുമ്പോൾ ഫ്രണ്ട്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഞാൻ ഇതുവരെ എത്തിയത്. പറയുകയാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട്. മെയിനായിട്ട് മൊത്തത്തിൽ ഈ ഒരു സ്റ്റേജിക്ക് എത്താൻ കാരണം അതാണ്. കറക്റ്റ് സ്ഥലം നമ്മൾ പറഞ്ഞിട്ടില്ല. മലപ്പുറം മാത്രല്ല കേട്ടാ, കണ്ണൂര് കുറെ. എന്റെ കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജ്ലിസ് പറഞ്ഞ കോളേജാണ്. അതില് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെൽഫ് ഫിനാൻസ് കോളേജാണ്. ഏറ്റവും കൂടുതൽ ആ കുട്ടികൾ പഠിക്കണ സെൽഫ് ഫിനാൻസ് കോളേജിലാണ്. അതില് ഈ കേരളത്തിലുള്ള പല സ്ഥലത്തു നിന്നും ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തു നിന്നുള്ള ഫ്രണ്ട്സ് എല്ലാം മൊത്തത്തില് കുറെ സ്ഥലത്തു നിന്ന് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് എവിടെ പോയി ഇതേപോലെ തന്നെ ഇപ്പൊ ഈ വർക്ക് ഇന്നെ വളർത്താൻ ഞാൻ പോലും ഇല്ലാതെ തന്നെ ഓല് വളർത്തും.
ആ ഒരു ഇതിക്കാണ്, അങ്ങനെയാണത്. ഭയങ്കര ലക്കുള്ള കാര്യം. നല്ല അത്യാവശ്യം ഇന്റെ മെയിൻ ലക്ക് കുറെ ആൾക്കാർക്ക് പല രീതിയിൽ ലക്ക് ഉണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ നല്ല വീഡിയോ കിട്ടുക ലക്കാണ്, അങ്ങനെയൊക്കെ. എന്റെ കേസിൽ വെച്ചിട്ട് മെയിൻ ലക്ക് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് നമ്മളെ മെയിൻ കുറെ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ ഈ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മളൊപ്പം നിൽക്കുന്ന ഫ്രണ്ട്സ് അധികം ഉണ്ടാവില്ല, കുറച്ചാണ് ഉണ്ടാവുള്ളൂ. അതിൽ ഭയങ്കര ലക്കാണ്. അത് നല്ല ലക്കാണ്. അപ്പൊ ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ അൻസിലിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞ പോലെ ക്യാമറയുടെ ബാക്കിലുള്ള ആൾ മാത്രമല്ല, ഫ്രണ്ടിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറെ അധികം എഫേർട്സ്, മിസ്റ്റേക്സ് വന്ന ജേണി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഓഡിയൻസിനോട് ഇപ്പൊ നിലവിൽ ഫ്രീലാൻസിങ്ങിലേക്ക് വരുന്നവരുണ്ട്, എഡിറ്റിംഗിലേക്ക് വരുന്നവരുണ്ട്, അപ്പൊ അവർക്കൊക്കെ ഒരു പേടിയുണ്ടോ? പിന്നെ നിൽക്കുന്നതായിരിക്കും, എടുക്കണോ വേണ്ടേ, ഇതൊരു സേഫ് കരിയർ ആണോ, അതുപോലെ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയാൽ മതിയോ, അങ്ങനെയൊക്കെ ആലോചിക്കുന്നവരോട് ഫെസ്റ്റിന് എന്താ പറയാനുള്ളത്? അങ്ങനെ ആലോചിച്ച ഒരാളാണ് ഞാൻ. മെയിൻ ആയിട്ട് അങ്ങനെ ആലോചിച്ച ഒരാളാണ് ഞാൻ ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ഇവിടെ എത്തി, പിന്നെന്താ പ്രശ്നം? അതായത് ധൈര്യത്തില് ഈ പറഞ്ഞ അതെ, ഞാൻ ഇവിടെ എത്തി. അത് 2 വർഷം കൊണ്ട് ഞാൻ ഇവിടെ എത്തി. അതാണ്, അത് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ജസ്റ്റ് 2 years. ഞാൻ പറഞ്ഞ എന്റെ മൈൻഡിലൊക്കെ ഒരു 4-5 വർഷം കൊണ്ടിട്ടാണ് ആൾക്കാർ ഇൻസ്റ്റാഗ്രാം അത്രയും ഗ്രോ ചെയ്യുന്നത്. ഇപ്പൊ 84K അല്ല 85K 80K പ്ലസ് ആയിട്ടുണ്ട്, 100K ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷെ ഫോളോവേഴ്സിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ എക്സ്പൊണൻഷ്യലി നോക്കാൻ നല്ല വ്യൂസ് ഉണ്ട്. ബ്രാൻഡ്സ്, വലിയ വലിയ ബ്രാൻഡ്സുകളൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മളെ കാണാൻ മുമ്പ് ഒരു ആഡ് വർക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത്രത്തോളം ആള് ബിസിയാണ്. സോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു തോട്ട് ഉണ്ട്, നിങ്ങളുടെ പാഷൻ എടുക്കണോ വേണ്ടേന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ ആണ് ഫ്രണ്ടിലിരിക്കുന്ന ഫെസ്റ്റ് അല്ലെങ്കിൽ അൻസിൽ റഹ്മാൻ. സോ താങ്ക് യു ഫോർ കമ്മിങ്. കുറെ അധികം നമ്മള് എന്താ പറയാ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുറെ അധികം നമ്മുടെ ഓഡിയൻസിനും കുറെ കാര്യങ്ങൾ കിട്ടി. താങ്ക് യു ഫോർ കമ്മിങ്.